إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ദിവസത്തെ ഈ കൂടിയിരുത്തം റബ്ബിന്റെ മാർഗത്തിലുള്ള കൂടിയിരുത്തമാക്കി സ്വീകരിക്കുകയും ഈ ഒരു ദിവസത്തിൽ കിട്ടുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിലുടനീളം മാറ്റങ്ങൾക്ക് കാരണമായി തീരുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. നമ്മളിപ്പോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഉസൂലു ദഅവത്തി സലഫിയ, സലഫി ദഅവത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയമാണ്. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് സലഫി ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, എന്താണ്? മറ്റ് കക്ഷികൾ, വിഭാഗങ്ങൾ പോലെ ഒരു വിഭാഗമാണ് സലഫികൾ എന്ന് പൊതുവെ ആളുകൾ കരുതാറുണ്ട്, തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ സലഫിയത്ത് എന്നുള്ളത് ഒരിക്കലും ഒരു വിഭാഗീയതയുടെയോ കക്ഷിത്വത്തിന്റെയോ പേരല്ല. അവരത് അതിലേക്ക് ക്ഷണിക്കുന്നുമില്ല, അതവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുകയുമില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ കയറിൽ, പാശത്തിൽ മുറുകെ പിടിക്കണം, ഒരുമിച്ച് മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നുള്ളതാണ് ഓരോ സലഫികൾക്കും എല്ലാ ആളുകളോടും പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം. സലഫികൾ ആളുകളെ ഛിന്ന ഭിന്നമാക്കുകയല്ല, വേർതിരിക്കുകയല്ല അവരുടെ ലക്ഷ്യം. മറിച്ച് സലഫികളുടെ ലക്ഷ്യം ആളുകളെ ഒന്നാക്കലാണ്, ആളുകളെ ഒരുമിപ്പിക്കലാണ്, ഒരുമിച്ച് ചേർക്കലാണ്, ഒറ്റ കക്ഷിയാക്കലാണ്, ഒരൊറ്റ വിഭാഗമാക്കലാണ്. അല്ലെ, പല ആളുകളും എന്താ പറയാ, രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ വൈകാരികമായി ഒക്കെ കയ്യിലെടുക്കുന്ന ആളുകൾ, അവർ പലപ്പോഴും മുന്നിൽ വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുസ്ലിമീങ്ങൾ ഇങ്ങനെ തമ്മിലടിക്കാൻ പാടില്ല, ഇങ്ങനെ വിഭാഗങ്ങളായി തീരാൻ പാടില്ല, കക്ഷികളായി തീരാൻ പാടില്ല, നമ്മൾ ഒന്നാകണം, ഒറ്റക്കെട്ടാകണം. പല കാര്യങ്ങളും പറയുമെങ്കിലും അവർ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി സ്വീകരിക്കുന്ന വഴികൾ, മാർഗങ്ങൾ വ്യത്യസ്തമാണ്. രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന ആളുകൾ പല രാഷ്ട്രീയ കക്ഷികൾ, പാർട്ടികൾ ഉണ്ടാക്കുകയും മറ്റു പലതരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ അവരുടേതായ പല വഴികൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഒന്നാകാൻ, ഒറ്റക്കെട്ടാകാൻ, ഒരുമിച്ചാകാൻ, എല്ലാവരും ഒരൊറ്റൊരു സമൂഹമായി തീരാൻ നമ്മുടെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മുന്നിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാതൃകയായി നിശ്ചയിച്ചു തന്നിട്ടുള്ള സഹാബത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് മുമ്പ് അവരുടെ അവസ്ഥ എന്തായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് ശേഷം ആ സഹാബത്ത് എങ്ങനെയായി മാറി. ഒരേ നാട്ടുകാരിൽപ്പെട്ട, തൊട്ടടുത്ത ഗോത്രത്തിലോ കുടുംബത്തിലോ പെട്ട ആളുകളോട് പോലും തന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, ഗോത്രത്തിൽപ്പെട്ടവനല്ല എന്ന കാരണത്താൽ മാത്രം ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വലിയ യുദ്ധങ്ങൾ അവർ ചെയ്തിരുന്നു സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് മുമ്പ്. അതേ ആളുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് ശേഷം ഏതോ നാട്ടുകാരിൽ തീരെ പരിചയമില്ലാത്ത, കുടുംബ ബന്ധമില്ലാത്ത, ഇഷ്ടം വെച്ചു പുലർത്തിയാൽ യാതൊരു ഉപകാരവും കിട്ടാത്ത ആളുകളോട് പോലും സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ അവരെ സ്നേഹിക്കാനും
അല്ലെ? പല ചരിത്രങ്ങളും നമുക്കറിയാം, ഉദാഹരണങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരിൽ ഒരാൾ തന്റെ സമ്പത്ത് പകുതി മറ്റൊരാൾക്ക് കൊടുക്കാൻ തന്റെ 2 ഭാര്യമാരിൽ ഏത് സ്ത്രീയാണ് ഇഷ്ടപ്പെട്ടത് അവരെ ഞാൻ നിനക്ക് തൊലാക്ക് ചെയ്തു തരാമെന്നും തന്റെ വീടിന്റെ ഒരു ഭാഗം നിനക്കായി പകുത്തു തരാമെന്നും അങ്ങനെ തന്റെ എല്ലാം പകുതി നിനക്ക് വീതിച്ചു തരാം എന്ന് ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത, തിരിച്ചു കിട്ടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരാൾക്ക് അവർ കൊടുക്കുന്നിടത്തോളം സ്വഹാബത്തായി തീർന്നത് ഈ ഒരു ദഅവത്തിന്റെ ഫലമായിട്ടാണ്. അൻസാരികളും മുഹാജിറുകളും. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളിൽപ്പെട്ട ചില ആളുകൾ അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനില്ലാത്ത സാഹചര്യത്തിൽ പോലും അവരുടെ വീട്ടുകാർക്ക് തികയുന്ന ഭക്ഷണം മാത്രമേ ആ വീട്ടിൽ ഉണ്ടായിരുന്നിട്ട് പോലും അവർ പല ആളുകളെയും ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ച് കൊണ്ടുവരികയും അങ്ങനെ വീട്ടുകാർക്ക് ഭക്ഷണമില്ലാത്തത് കാണാതിരിക്കാൻ വിളക്ക് കെടുത്തി ഭക്ഷണം അവർക്ക് നൽകുകയും ചെയ്ത അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളിലേക്ക് നമ്മൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഗുണപാഠമായി മാതൃകകളായി പഠിപ്പിച്ചു തരാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സ്വഹാബത്ത് ആയിത്തീർന്നത് ഈ ദഅവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ എങ്ങനെയാണ് ഈ സ്വഹാബത്ത് ഒന്നായി തീർന്നത്, ഒറ്റക്കെട്ടായി തീർന്നത്, ഹൃദയങ്ങൾ തമ്മിൽ ഇത്രയധികം ഇണക്കമുള്ളവരായി തീർന്നത്? എങ്ങനെയാണോ അങ്ങനെയല്ലാതെ നമ്മൾക്ക് ഒന്നാകാനും സാധിക്കുകയില്ല. സമ്പത്ത് കൊടുത്തിട്ടോ അധികാരം കൊണ്ട് അടിച്ചമർത്തിയിട്ടോ മറ്റെന്തെങ്കിലും കാണിച്ചിട്ടോ നമുക്കൊരിക്കലും ഒരു സമൂഹത്തെയും ഒന്നാക്കിയെടുക്കുക എന്നുള്ളത് സാധ്യമല്ല. മുസ്ലിമീങ്ങൾ ഒന്നാകണമെങ്കിൽ സ്വഹാബത്ത് എങ്ങനെ ഒന്നായോ അങ്ങനെ അല്ലാതെ മുസ്ലിമീങ്ങൾക്ക് ഒന്നാകാൻ സാധിക്കില്ല. പരിശ്രമിക്കുന്നവർ എത്ര പരിശ്രമിച്ചു നോക്കിക്കോ അതിന് യാതൊരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല. എങ്ങനെ സ്വഹാബത്ത് ഒന്നായി നമ്മൾക്ക് മാതൃക കാണിച്ചു തന്നുവോ അങ്ങനെയേ ഒരു സമൂഹത്തിന് ഒന്നാകാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് സ്വഹാബത്ത് ഒന്നായത്? ഈ ആയത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരും അള്ളാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിച്ചു, എല്ലാവരും സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിച്ചു. അപ്പൊ എല്ലാവരും ഒന്നായി. ഇത്രയേ ഉള്ളൂ. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുമ എന്നുള്ളത്, ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളത് ഇത്രയും സിമ്പിളാണ്. എല്ലാവരും ഒരേ ആദർശത്തിലേക്ക്, ഏത് ആദർശത്തിലേക്ക് വരണം? അവിടെയാണ് വിഷയം. ഓരോ വിഭാഗക്കാരും പറയാ എല്ലാവരും എന്റെ ആദർശത്തിലേക്ക് വരണം, എല്ലാ പാർട്ടികളും പറയാ, സംഘടനക്കാരും പറയാ എല്ലാവരും എന്റെ നിലപാടുകളിലേക്ക് വരണം. നമ്മൾക്ക് നമ്മുടെ നിലപാടിലേക്ക് വരണം എന്ന് ആരോടും പറയാനില്ല. എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നത് നമ്മളിലേക്കല്ല, എന്നിലേക്കല്ല, നമ്മുടെ സംഘടനയിലേക്കല്ല, നമ്മുടെ സ്ഥാപനത്തിലേക്കല്ല. നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നത് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. ഖുർആനും സുന്നത്തും അറിയിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തോട് അവർ എതിരാകാതിരിക്കുന്നിടത്തോളം എല്ലാവരും ഒന്നാകും. എപ്പോഴാണോ ഒരു സമൂഹം, ഒരു വിഭാഗം ഖുർആനും സുന്നത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നത് അപ്പോഴാണ് അവർ വേറൊരു വിഭാഗമായി തീരുന്നത്. അല്ലെ? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞെന്താ? ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ. ജൂതന്മാർ 71 വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. വഫ്തറഖത്തിൽ നസാറ അലാ 72 ഫിർഖ. നസാറാക്കൾ 72 വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ. എന്റെ ഉമ്മത്ത്, മുസ്ലിം സമുദായം 73 വിഭാഗങ്ങളായി പിരിയും. എന്നിട്ട് 73 പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലുഹാ ഫിന്നാർ. 73 നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. അപ്പൊ സഹാബത്ത് ചോദിക്കണം മൻഹും യാ റസൂലല്ലാഹ്, ആ ഒരു വിഭാഗം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു പ്രത്യേക ഒരു പണ്ഡിതന്റെ പേര് അല്ലെങ്കിൽ പ്രത്യേക ഒരു പാർട്ടിയുടെ പേര്, ഒരു രാജ്യത്തിന്റെ പേര്, ഇതൊന്നുമല്ല പറഞ്ഞു. ഒരു ക്വാളിറ്റിയാ പറഞ്ഞു, ഒരു പ്രത്യേക വിശേഷണം. ഈ വിശേഷണം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾക്ക് നരകത്തിൽ പെടാതെ രക്ഷപ്പെടാൻ സാധിക്കുന്നവരാകാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല.
നമ്മുടെ പാർട്ടിയിൽ ഇത്ര അംഗസംഖ്യ ഉണ്ടെന്ന് പണ്ട് പറഞ്ഞതുകൊണ്ടോ, നമ്മുടെ പിന്നിൽ ലക്ഷം ലക്ഷം പിന്നാലെ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് പറയാനുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ പല വലിയ വലിയ ആളുകൾ പാരമ്പര്യം നമുക്ക് വാദിക്കാനുള്ളത് കൊണ്ടോ ഒന്നുകൊണ്ടും നമുക്ക് റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ, ആളുകളെ പറ്റിക്കാൻ പറ്റുന്നല്ലാതെ, ആളുകളെ കണ്ണിൽ പൊടിയിടാൻ പറ്റുന്നല്ലാതെ റബ്ബിന്റെ അടുക്കൽ നമ്മൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു ക്വാളിറ്റി നമ്മളിൽ ഉണ്ടായാലേ പറ്റുള്ളൂ. വേറെ എന്തുണ്ടായിട്ട് കാര്യമില്ല. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മാ അന അലൈഹി യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ ആരൊക്കെ ഉണ്ടോ, അവൻ കറുത്തവനായിക്കോട്ടെ വെളുത്തവനായിക്കോട്ടെ, അറബി ആയിക്കോട്ടെ അനറബി ആയിക്കോട്ടെ, സമ്പന്നനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ, ആരൊക്കെ ആ മാർഗത്തിലുണ്ടോ അവർ മാത്രം നരകത്തിൽപ്പെടാതെ സ്വർഗത്തിലേക്ക് എത്തും. ആ മാർഗത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നുള്ളൂ. നമ്മുടെ കൂടെ ആകണം നമ്മൾ പറയുന്നില്ല, നമ്മുടെ സംഘടനയിലേക്ക് നമ്മുടെ കൂട്ടത്തിലേക്ക് ചേരണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ ഈ മാർഗത്തിലേക്ക് വരാത്തിടത്തോളം, ഈ ക്വാളിറ്റി നിങ്ങളിൽ ഇല്ലാത്തിടത്തോളം നിങ്ങൾക്ക് നരകത്തിന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നിങ്ങളെ നരകത്തിന് രക്ഷപ്പെടാതെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ദഅവത്തിന്റെ പേരാണ് സലഫി ദഅവത്ത് എന്നുള്ളത്. അല്ലാതെ ഇതെന്തെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയിലേക്ക് ആളെ കൂട്ടുന്ന പരിപാടിയല്ല, ഞങ്ങളുടെ മെമ്പർഷിപ്പിന്റെ ക്യാമ്പയിനും അല്ല. സലഫി ദഅവത്ത് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും നരകത്തിൽപ്പെടാതെ സ്വർഗത്തിൽ പോകാനുള്ള ആ ഒരു ക്ഷണമാണ്, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിനാണ് സലഫി ദഅവത്ത് എന്ന് പറയുന്നത്. ഈ ദഅവത്തിന് ചില അടിസ്ഥാനങ്ങളുണ്ട്, ചില ഉസൂലുകളുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിപ്പോ എന്താ പറയാ, പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില അടിസ്ഥാനങ്ങൾ, നമ്മൾ ഏറ്റവും ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത, മറന്നു പോകാൻ പാടില്ലാത്ത, വിസ്മരിക്കാൻ പാടില്ലാത്ത, എപ്പോഴും ഓർമ്മ പുതുക്കിക്കൊണ്ടേയിരിക്കേണ്ട ചില അടിസ്ഥാന വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളിൽ ഒരുപാട് പണ്ഡിതന്മാരെ അത്തരം വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ സൗദി അറേബ്യയിൽ അറിയപ്പെട്ട വളരെ ചെറിയ പ്രായത്തിന് 38 വയസ്സായിരുന്നു അദ്ദേഹം മരണപ്പെടുമ്പോൾ പ്രായം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും വളരെ ഇൽമ കൊണ്ടും വലിയ അറിവ് കൊണ്ടും അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്ദുസ്സലാം അൽ ബുർജിസ് എന്ന് പറയുന്ന പണ്ഡിതൻ റഹിമഹുള്ള. കുറച്ചു കാലം വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. മരണപ്പെടുമ്പോൾ 38 വയസ്സ് മാത്രമേ പറയാം. അദ്ദേഹം ഈ വിഷയത്തിൽ നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. അത് ഒരു കിതാബായി പണ്ഡിതന്മാർ വളരെയധികം പ്രചരിപ്പിക്കുകയും ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ പരമാവധി വസിയത്ത് ചെയ്യുകയും ചെയ്യാറുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിലുള്ള 10 അടിസ്ഥാനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുക്കി, വളരെ വേഗത്തിൽ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. എന്നാലും വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ, വിട്ടുപോയ പല കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാനും ഒക്കെയായി ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും കൃത്യമായ രൂപത്തിൽ നമ്മുടെ ദീൻ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുമ്പോൾ അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിലാണ് കണ്ടുമുട്ടുവാനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് അൽ-ഇഹ്തിമാമു വൽ ഇനായത്തു ബിതലബിൽ ഇൽമി ശർഈ വത്തഫഖുഹി ഫിദ്ദീൻ. ദീൻ പഠിക്കുന്നതിൽ, അറിവന്വേഷിക്കുന്നതിലുള്ള ശ്രദ്ധ, അതില് എന്ത് ചെയ്യാം, പരമാവധി സമയവും അധ്വാനവും ഒക്കെ അതിൽ ചെലവഴിക്കുക എന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കണം, ദീനുൽ ഇസ്ലാം എന്നുള്ളത് അറിവിന്റെ ദീനാണ്, ഇൽമിന്റെ ദീനാണ്. നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും സാധിക്കൂല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോലും പറ്റൂല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൊലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഓരോ മുസ്ലിമിന്റെ മേലും, പള്ളിയിൽ ഉസ്താദിന്റെ മാത്രമല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഖുതുബ പറയാൻ വരുന്ന ഖത്തീബിനെ പറ്റി മാത്രമല്ല, ഓരോ മുസ്ലിമും, പ്രായപൂർത്തിയെത്തിയ വകതിരിവുള്ള ഓരോ മുസ്ലിമും, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഓരോരുത്തർക്കും അറിവന്വേഷിക്കൽ നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. നമ്മൾക്ക് ചില കാര്യങ്ങൾ അറിയാത്ത നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു അറിവില്ലായ്മ നരകത്തിലേക്ക് എത്തിച്ചേക്കും. നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാതെ അറിയാതെ ഇങ്ങനെ ആയിരിക്കും. ദീനിൽ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള വിശ്വാസം ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ നിസ്കാരം എന്നുള്ളത് അത് ഇങ്ങനെ ആയിരിക്കാം. അല്ലെ, എല്ലാവരും നിസ്കരിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ നാട്ടുകാരൊക്കെ പള്ളിയിൽ നിസ്കരിക്കുന്നത് ഇങ്ങനെയാണ്,
അപ്പൊ നിസ്കാരം എന്നുള്ളത് ഈ രൂപത്തിലായിരിക്കും. അല്ലെങ്കിൽ എന്റെ ഉപ്പപ്പയും എന്റെ ഉമ്മമ്മയും എന്റെ വീട്ടിലെ ബന്ധുക്കാരൊക്കെ അള്ളാഹുവിനെ പറ്റിയും റസൂലിനെ പറ്റിയൊക്കെ അവർ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ശരിയായ വിശ്വാസം അതായിരിക്കും. ഇങ്ങനെ ഒരു ഊഹത്തിന്റെ പുറത്ത് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നരക മോചനവും സ്വർഗപ്രവേശനവും ഒരു ഊഹം തന്നെയായിരിക്കും. നമ്മൾ നരകത്തെ രക്ഷപ്പെട്ടേക്കും, സ്വർഗത്തിൽ പ്രവേശിച്ചേക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അവസ്ഥ ഈ ദുനിയാവിൽ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും ആഖിറത്തിൽ. നമുക്ക് കൃത്യമായ ഉറപ്പുമാണ്. നമ്മളെല്ലാം പഠിക്കണം എന്നല്ല ഈ പറയും. എല്ലാവരും പണ്ഡിതന്മാരാകണം, ആലിമീങ്ങളാകണം എന്നല്ല ഈ പറയും. മറിച്ച് നമ്മൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കുക. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം. ചായ കുടിച്ചിട്ട് ഉറക്കം വരുന്നുണ്ടല്ലോ. നമ്മുടെ ഓരോരുത്തരുടെ നിത്യജീവിതം നമ്മൾ പരിശോധിക്കാം. ഡെയിലി ലൈഫ് നോക്കുക. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരേക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ആ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അറിവ് നമ്മൾക്കില്ലെങ്കിൽ നമ്മൾക്ക് ആ കാര്യങ്ങളിൽ പല വിഷയങ്ങൾ നമ്മൾ ചെയ്യുന്ന ഹറാമുകളായിരിക്കും. നമ്മൾക്ക് അറിയുന്നുണ്ടാവില്ലെന്ന് എന്നേ ഉള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ പല ഹറാമുകളും നിത്യേന ദിവസവും കടന്നു വരുന്ന പല ഹറാം നമുക്കറിയില്ലത് ഹറാം. നമ്മൾ പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരു ഹറാമുണ്ട് നമുക്കറിയില്ല. അതിനെപ്പറ്റി നമ്മൾ കൃത്യമായ ബോധ്യമില്ല. അറിയുന്ന ആളുകൾ നമ്മൾ ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ ഒരു മുസ്ലിമിന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അറിഞ്ഞ ഒരു കാര്യമേ ഞാൻ പറയൂ, അറിഞ്ഞ ഒരു വിശ്വാസമേ, തെളിവുകൾ കിട്ടിയ ഒരു കാര്യമേ ഞാൻ ദീനിന്റേതായി വിശ്വസിക്കൂ എന്ന ഉറച്ച ബോധ്യം, നിഷ്കർഷത നമുക്ക് വേണം. ആ ഒരു വാശി നമുക്ക് വേണം. അറിഞ്ഞിട്ടേ ഞാൻ പറയൂ, അറിഞ്ഞിട്ടേ ഞാൻ പ്രവർത്തിക്കൂ, കൃത്യമായ തെളിവുള്ളതേ ഞാൻ ദീനായി വിശ്വസിക്കൂ. ഈ ഒരു തീരുമാനം നമുക്ക്, വാശി നമുക്ക് ദീനിന്റെ വിഷയത്തിൽ വേണം. ഇതൊക്കെ ചെയ്യും. ഇത് കച്ചവടക്കാര് എത്ര കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കച്ചവടങ്ങളാണ് ഹലാലായ കച്ചവടം, എന്തൊക്കെ കച്ചവടങ്ങളാണ് ഹറാമായ കച്ചവടം എന്നറിയാത്ത ഒരാൾ ദീനിൽ കച്ചവടം ചെയ്യാൻ പാടില്ല. കച്ചവടം ചെയ്യരുത്. അവന് കച്ചവടം ചെയ്യില്ല, ഹറാം. കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് പഠിക്കണം എന്തൊക്കെ കച്ചവടങ്ങളാണ് ഹലാൽ, കച്ചവടത്തിൽ ഹറാം വരുന്ന മേഖലകളുണ്ട്. അത് അറിഞ്ഞിട്ട് കച്ചവടം ചെയ്താൽ മതി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മദീന പട്ടണത്ത് പല കച്ചവടക്കാരും കച്ചവടം ചെയ്യാൻ വേണ്ടി തിരക്ക് കൂട്ടുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാൾക്കും അനുമതി കൊടുക്കാറില്ല. പഠിച്ചിട്ട് കച്ചവടം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കച്ചവടം എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ്റില്ല എന്ന് പഠിച്ചതിന് ശേഷം മാത്രം കച്ചവടം ചെയ്യാൻ പറ്റും. ഇത് കച്ചവടത്തിന്റെ വിഷയം. നമ്മുടെ നിസ്കാരത്തിന്റെ വിഷയം. നമുക്ക് ഉറപ്പുണ്ടോ എന്റെ നിസ്കാരം, ഞാൻ നിസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന പോലെ നമുക്ക് എത്ര പേർക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും? ഒരിക്കൽ ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു, സ്വഹാബികളുടെ പ്രമുഖനാണ്. അദ്ദേഹം ഒരു വ്യക്തി നിസ്കരിക്കുന്ന നിസ്കാരം കാണാം. അവന്റെ റുക്കുവും ശരിയാവുന്നില്ല, സുജൂദും ശരിയാവുന്നില്ല. നമ്മൾ കാക്ക കൊത്തുന്ന നിസ്കാരം എന്ന് പറയാറുണ്ട്. വളരെ സ്പീഡിലുള്ള നിസ്കാരം, വളരെ സ്പീഡിൽ റുക്കുവ് പോകുന്നു, ഉടനെ തന്നെ എണീക്കുന്നു, പിന്നെ വീണ്ടും സുജൂദ് പോകുന്നു, ഇങ്ങനെ വളരെ സ്പീഡിലുള്ള നിസ്കാരം. അപ്പൊ അവന്റെ നിസ്കാരം കണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിക്കുകയാണ്. നീ എത്ര കാര്യങ്ങൾ നിസ്കരിക്കുന്നു ചോദിക്കും. അപ്പൊ അവൻ പറഞ്ഞു 40 വർഷം. 40 വർഷം. അപ്പൊ ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയാണ്, നീ മരണപ്പെട്ടു പോയാൽ നീ നിസ്കരിക്കാത്തവനായിട്ടാണ് നിന്റെ റബ്ബിനെ നീ കണ്ടുമുട്ടുക. നിസ്കരിക്കാത്തവനായിട്ടാണ് നീ നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുക എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം പഠിച്ചിട്ടില്ല, എങ്ങനെ നിസ്കരിക്കുന്നു പഠിച്ചിട്ടില്ല. നാട്ടുകാരെങ്ങനെ നിസ്കരിക്കുന്നതായി കണ്ടോ അങ്ങനെ നിസ്കരിച്ചു. നമ്മൾ അറിയാതിരുന്നു കഴിഞ്ഞാൽ, പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ അപകടങ്ങൾ നമുക്ക് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ അവസാനത്തെ ആഖിബത്ത് എങ്ങോട്ടായിത്തീരും നമുക്ക് ഒരു ഉറപ്പില്ലാത്ത അവസ്ഥ നമ്മൾക്കുണ്ടാകും. മറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കണം. നമ്മുടെ വിശ്വാസം, പല ആളുകളോട്, മുസ്ലിമീങ്ങളോട് ചോദിച്ചു നോക്കേ, അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചു നോക്കേ. മുസ്ലിമീങ്ങളോട് അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചു നോക്കേ. ഖുർആനും സുന്നത്തും അറിയിക്കുന്ന ശരിയായ രൂപത്തിൽ അവൻ അള്ളാഹു എവിടെയാണെന്ന് പറയാൻ സാധിക്കും. അവന് പലപ്പോഴും സംശയമാണ്. അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ അവൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും.
നമുക്ക് നമ്മുടെ റബ്ബിനെ സംബന്ധിച്ച് പോലും കൃത്യമായ ധാരണയില്ല. വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ അടിസ്ഥാനം അള്ളാഹുള്ള വിശ്വാസം എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ധാരണയില്ലെങ്കിൽ നമ്മൾ വളരെ അപകടത്തിലാണ് നമ്മുടെ വിഷയം. നമുക്ക് നമ്മുടെ വിശ്വാസം ശരിയാക്കാതെ, നമ്മുടെ കർമ്മങ്ങൾ ശരിയാക്കാതെ നമ്മൾക്കൊരിക്കലും റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാനോ നരകത്തിന് രക്ഷപ്പെടാനോ സ്വർഗത്തിൽ പ്രവേശിക്കാനോ സാധിക്കില്ല. ഈ വിശ്വാസം ശരിയാക്കണമെങ്കിൽ പഠിക്കണം. ഇൽമ കൂടിയേ തീരൂ. ഇൽമില്ലാതെ നമുക്ക് അറിയാൻ സാധിക്കൂല. നമുക്ക് വഹയൊന്നും കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി കിട്ടിയതുപോലെ ഇനി നമുക്ക് ആരും വഹി കൊണ്ടു തരുമൊന്നുമില്ല. നമ്മൾ പഠിക്കണം. മെനക്കെട്ടിരുന്ന് പഠിക്കാൻ തയ്യാറാണ്. അങ്ങനെ നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോരുത്തരുടെ ജീവിതം വ്യത്യസ്തമാണ്. സമ്പത്തുള്ള ആളുകൾക്ക് സക്കാത്തിന്റെ വിധിവിലക്കുകൾ പഠിക്കൽ നിർബന്ധമാണ്. സമ്പത്തില്ലാത്ത ആൾക്ക് നിർബന്ധമാവൂല. അവന് പഠിച്ചാൽ നല്ലതെന്നേ ഉള്ളൂ. അവന് പഠിച്ചില്ലെങ്കിൽ കുറ്റക്കാരനാവൂല. ഓരോരുത്തരുടെ ജീവിതവും വ്യത്യസ്തമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, എന്റെ ജീവിതത്തിൽ ഞാൻ കൃത്യമായി അറിയാതെ എന്തെല്ലാം വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്, എന്തെല്ലാം വിശ്വാസങ്ങൾ ഞാൻ വെച്ചു പുലർത്തുന്നുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തിൽ ചിന്തിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിനെന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കേണ്ടത്. നമുക്ക് ഒന്നും പറ്റിയില്ലെന്ന് വിചാരിക്കുക. ഒന്ന് പോയി പഠിക്കാനോ ക്ലാസ്സുകൾ കേൾക്കാനോ ഒരു മജ്‌ലിസ് ഇതുപോലെ വന്ന് പങ്കെടുക്കാനോ പറ്റിയില്ലെങ്കിൽ ഏറ്റവും മിനിമം അറിയുന്ന ഒരാളുടെ നമ്പർ വാങ്ങിച്ചിട്ട് അയാളോട് പറ്റുന്ന സന്ദർഭത്തിൽ ചോദിക്കെങ്കിലും ചെയ്യാം. ചോദിക്കാതെ ചെയ്യരുത്. ദയവ് ചെയ്ത് ഏറ്റവും മിനിമം ഒരു മുസ്ലിം എന്ന മിനിമം ക്വാളിറ്റി വെച്ചിട്ട് നമ്മൾക്ക് അറിയില്ലെങ്കിൽ ചോദിക്കാതെ അറിയാതെ ആ കാര്യം പറയരുത്, ചെയ്യരുത്. ഏറ്റവും മിനിമം നമ്മൾ ചെയ്യേണ്ട കാര്യം. അതുപോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലാഹുൽ മുസ്തആൻ, നമ്മുടെ പരലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ആർക്കും പറയാൻ കഴിയില്ല. നമുക്ക് ഏറ്റവും മിനിമം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതെങ്കിലും നമ്മൾ ചെയ്യണം. ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് എന്ത് ചെയ്യണം? ചോദിക്കണം എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമായിട്ടുള്ള അറിവുകൾ, ആ അറിവ് കരസ്ഥമാക്കാൻ എന്തെല്ലാം നമുക്ക് വഴികൾ സംഘടിപ്പിക്കാൻ, സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. അത് നമ്മുടെ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിലും. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ഈമാനുള്ള വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ തഫ്സീറായിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലിംഹും, അവരെന്ത് ചെയ്യാ? അവരെ ദീൻ പഠിപ്പിക്കാനാണ്. നമ്മുടെ കുടുംബത്തിന് നമ്മൾ വിശ്വാസ കാര്യങ്ങളുടെ അടിത്തറ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബം നരകത്ത് പോകും. അത് പഠിച്ചാലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. പഠിക്കാതെ, അറിവ് ലഭിക്കാത്ത ഒരുത്തന് നരകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കൂല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദീൻ പഠിക്കുന്ന വിഷയത്തിൽ എത്രത്തോളം നമ്മൾക്ക് സമയം ചെലവഴിക്കുക, എത്രത്തോളം നമുക്ക് അധ്വാനിക്കാൻ സാധിക്കും, അത്രത്തോളം നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഈ അറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാവുന്നതാണ്. നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് എങ്ങനെയാണോ പ്രാക്ടിക്കലായിട്ടുള്ള മാതൃകളായി തീർന്നത്, ഇതുപോലെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ദീനിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള റോൾ മോഡലുകളായി മറ്റുള്ളവർക്ക് മുന്നിൽ മാതൃകകളാകാൻ സാധിക്കണം. ദീനിന്റെ ഓരോ വിഷയങ്ങളും നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ആ കാര്യങ്ങൾ പ്രാവർത്തികമാക്കി അങ്ങനെ പഠിക്കുകയും അമലാക്കുക. അല്ലേ? അബൂ അബ്ദുറഹ്മാൻ സുലമി റഹിമഹുല്ലാഹ് താബിഈങ്ങളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ്. അദ്ദേഹം സ്വഹാബത്ത് ഖുർആൻ പഠിക്കുന്നതിനെ പറ്റി പറഞ്ഞുതരാറ്. അദ്ദേഹം പറയുന്നത്, സ്വഹാബത്ത് ഖുർആൻ പഠിക്കുക, 10 ആയത്ത് അവർ പഠിച്ചാൽ, ആ 10 ആയത്ത് മനഃപ്പാടമാക്കിയാൽ, ആ 10 ആയത്തിൽ അടങ്ങിയിട്ടുള്ള അമലുകൾ, വിധിവിലക്കുകൾ, അത് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടേ അടുത്ത 10 ആയത്ത് പഠിക്കുള്ളൂ. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ പഠിച്ചെടുക്കാൻ 9 വർഷം എടുത്തത്. സൂറത്തുൽ ബഖറ പഠിക്കാൻ
9 വർഷം. കാരണം അതിൽ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്, വിധിവിലക്കുകൾ, ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്, ഒരുപാട് അറിവുകൾ അതിൽ കടന്നു വരുന്നുണ്ട്. സ്വഹാബത്ത് എന്നുള്ളത് അങ്ങനെയാണ്. പഠിക്കുന്ന കാര്യങ്ങൾ അവരെന്ത് ചെയ്യും? കൃത്യമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. നമ്മൾക്ക് പലർക്കും ഇന്ന് കിട്ടാൻ എളുപ്പത്തിൽ കിട്ടുന്ന പല ഹദീസുകളും സ്വഹാബത്തിൽ പലർക്കും കിട്ടാതെ പോയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന പല ഹദീസുകളും പല അറിവുകളും സ്വഹാബത്തിൽ ചിലർക്ക്, എല്ലാവർക്കല്ല, ചിലർക്ക് കിട്ടാതെ പോയ ചില സ്വഹാബത്തുകളുണ്ട്. എന്നിട്ടും സ്വഹാബത്ത് നമ്മളെക്കാൾ മുകളിലും നമ്മളിപ്പോഴും താഴെയാണ്, അല്ലേ? എന്തുകൊണ്ടാണത്? സ്വഹാബത്ത് അവരുടെ പ്രത്യേകത, അവർക്കൊരറിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ കാണും. എത്ര ചെറിയ അറിവാണെങ്കിലും, എത്ര ചെറിയ അറിവാണെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽപ്പെട്ടൊരു ഭാര്യ, അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസായ ആരാണോ ഒരു ദിവസം 12 റക്അത്ത് ഫർദിന് പുറമെ നിസ്കരിക്കുന്നത് അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു വീട് പണിതു കൊടുക്കുന്ന ഹദീസ്, അത് ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽപ്പെട്ടൊരു ഭാര്യ. അവർ പറയുന്നത്, ഈ ഹദീസ് ഞാൻ കേട്ടതിൽ പിന്നെ ഒരു ദിവസം പോലും ഈ 12 റക്അത്ത് നിസ്കരിക്കതായിട്ട് എന്ത് ചെയ്തിട്ടില്ല, എന്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല, ഒരൊറ്റ ദിവസം പോലും. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് അവർ കിടക്കുന്ന വിരിപ്പിലിരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 14 ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലണം എന്നുള്ള ദിക്ർ. ഈ ദിക്ർ അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുണ്ടാക്കിയ രാത്രിയായ സിഫീൻ യുദ്ധത്തിന്റെ തലേന്ന് പോലും അദ്ദേഹം അത് ചൊല്ലാതെ ഉറങ്ങിയിട്ടില്ല. സ്വഹാബത്ത് അങ്ങനെയാണ്. കിട്ടിയ അറിവ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ അവർ ഒന്നാമതാണ്. അപ്പൊ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട കാര്യം എന്ത്? പഠിക്കുമ്പോൾ കിട്ടുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പരമാവധി പ്രാവർത്തികമാക്കി നമ്മൾ മുന്നോട്ട് പോവുക, മുന്നേറിക്കൊണ്ടിരിക്കുക. മൂന്നാമത്തെ കാര്യം, ഈ പഠിച്ച പ്രാവർത്തികമാക്കിയ ഈ കാര്യങ്ങൾ, അറിഞ്ഞ കൃത്യമായ ബോധ്യമുള്ള ഈ വിഷയങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾക്കൊരിക്കലും വിചാരിക്കരുത് നമ്മൾ മാത്രം നരകത്ത് പോവാതെ രക്ഷപ്പെട്ട് സ്വർഗത്ത് പോവാം, അങ്ങനെ ഒരു ആഗ്രഹം, ഒരു എന്താ പറയാ, ആ ഒരു ചിന്ത അല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. മറിച്ച് നമ്മൾക്ക് എല്ലാവരും നരകത്ത് രക്ഷപ്പെടണം. പരമാവധി നമ്മളെ കൊണ്ട് എത്ര ആളുകൾ നരകത്ത് രക്ഷപ്പെടുമോ സാധിക്കും അത്രയും അധികം ആളുകൾ നമ്മളെ കൊണ്ട് നരകത്ത് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത, ആ ആഗ്രഹം നമുക്ക് വേണം. അതിന് നമ്മൾക്ക് എന്തെല്ലാം വഴികൾ സ്വീകരിക്കാൻ സാധിക്കും അതൊക്കെ നമ്മൾ സ്വീകരിക്കും. അതെല്ലാം അത് മൊത്തത്തിൽ പറയുന്ന പേരാണ് ദഅവത്ത് എന്നുള്ളത്. അതിനെല്ലാത്തിനും മൊത്തത്തിൽ പറയുന്ന പേരാണ് ദഅവത്ത് എന്നുള്ളത്. അതിന് നമ്മൾക്ക് എന്തൊക്കെ വഴികൾ സ്വീകരിക്കാൻ സാധിക്കും ആ വഴികളൊക്കെ നമ്മൾ സ്വീകരിക്കണം. നമുക്കറിയുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. നമുക്കറിയുന്ന കാര്യം പറഞ്ഞു കൊടുക്കുക. നമ്മളൊരു കാര്യം ഇപ്പൊ തൗഹീദിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ട് പല അർത്ഥത്തിലാണ്. ഖുർആൻ സുന്നത്തും മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള, പഠിപ്പിച്ചു തന്നിട്ടുള്ള, സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ള അർത്ഥത്തിലല്ല പല മുസ്ലിമീങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല, അല്ലെ? പല ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം ചോദിച്ചാൽ എന്താ പറയാ? ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ലാ റാസിഖ ഇല്ലല്ലാഹ് എന്നൊക്കെ പലതരത്തിലുള്ള അർത്ഥങ്ങളാണ്. സ്വഹാബത്ത് മനസ്സിലാക്കിയ, അബൂജഹൽ പോലും മനസ്സിലാക്കിയ അർത്ഥമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന് പല ആളുകളും മുസ്ലിം നാമധാരികൾ മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മൾക്ക് അവരോടുള്ള ബാധ്യത ചെറുതല്ല എന്ന് നമുക്കത് എന്ത് ചെയ്യുന്നുണ്ട്? ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. നമുക്ക് അവരോട് ബാധ്യതകളുണ്ട്. നമ്മുടെ കൂടെയുള്ള നാട്ടുകാര്, അല്ലെങ്കിൽ കൂട്ടുകാര്, കുടുംബക്കാര്, അയൽക്കാര്, നമുക്ക് പരിചയമുള്ള വ്യക്തികൾ, ഇവരെയൊക്കെ നമ്മൾക്ക് നമ്മുടെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം നമുക്ക് വേണം. അതിന് നമ്മൾക്ക് എന്തെല്ലാം വഴികൾ സ്വീകരിക്കാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ സ്വീകരിക്കണം. നമ്മൾക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ മറ്റൊരാളുടെ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. എന്തെങ്കിലും നമുക്ക് എന്താണ് പറ്റുന്നത്, അയാളെ നരകത്തെ രക്ഷപ്പെടുത്താൻ എന്താണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വഴികൾ, ആ വഴികളൊക്കെ നമ്മൾ സ്വീകരിക്കണം. അതാണ് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കതാണ്. നാലാമത്തെ കാര്യം, നമ്മുടെ മുൻഗാമികൾ, അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസം എത്ര വിശ്വാസം? ഉറങ്ങുന്നവർ ശ്രദ്ധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് ഒരൊറ്റ വിശ്വാസമായിട്ടാണ്, ഒരേ ഒരു വിശ്വാസമായിട്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് 1.5 ലക്ഷത്തിൽ പരം സ്വഹാബത്തുണ്ട്. അവർക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തത് ഒരൊറ്റ വിശ്വാസം. ആ ഒരൊറ്റ വിശ്വാസത്തിലായിക്കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നത്. ആ ഒരു വിശ്വാസത്തെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്നത് ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. സ്വഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ, ശ്രദ്ധിക്കണം ആ വാക്ക്, അള്ളാഹുവിന്റെ വാക്കാണ്. സ്വഹാബത്തെ നിങ്ങളുടെ ഈമാൻ പോലെ അവരുടെ ഈമാനായി കഴിഞ്ഞാൽ അവർ ഹിദായത്തിലായി. അള്ളാഹുവിന്റെ ഉറപ്പാണ്, ഏതെങ്കിലും പാർട്ടിക്കാരന്റെ ഉറപ്പല്ല, വ്യക്തികളുടെയോ സംഘടനക്കാരന്റെ ഉറപ്പല്ല, അള്ളാഹുവിന്റെ ഉറപ്പാണ്. അവർ ഹിദായത്തിലായി, അവൻ സിറാത്തുൽ മുസ്തഖീമിലാണ്, അവൻ നരകത്തിന് രക്ഷപ്പെട്ടവനാണ്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹതയുള്ളവനാണ് എന്നുറപ്പ് തരുന്നത് അള്ളാഹുവാണ്. എന്തായാലും വിശ്വാസം ആരുടെ പോലെ ആവണം? ഉപ്പപ്പന്മാരുടെ വിശ്വാസം പോലെ ആയാൽ പോരാ, നാട്ടുകാരുടെ വിശ്വാസം പോലെ ആയാൽ പോരാ. നമ്മുടെ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസം പോലെ, നമ്മുടെ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസം പോലെ ആകണം. വേറെ ആരുടെ വിശ്വാസത്തെയും അള്ളാഹു നമുക്ക് മാതൃകയായി മാനദണ്ഡമായി നിശ്ചയിച്ച് തന്നിട്ടില്ല. നമുക്ക് നമ്മുടെ വിശ്വാസം തൂക്കി നോക്കാൻ, അതിന്റെ മാറ്റം നോക്കാൻ, അത് എത്രത്തോളം കൃത്യമാണെന്ന് പരിശോധിക്കാൻ അള്ളാഹു നിശ്ചയിച്ച ഒരേ ഒരു മാനദണ്ഡം സ്വഹാബത്താണ്. അവർ അള്ളാഹുവിനെ പറ്റി വിശ്വസിച്ച വിശ്വാസമല്ല നമ്മൾക്കുള്ളതെങ്കിൽ നമ്മൾ എന്തായിട്ടും കാര്യമില്ല, നമ്മുടെ വിശ്വാസം ശരിയല്ല. നമ്മുടെ വിശ്വാസം ശരിയല്ല. നമ്മുടെ വിശ്വാസം അതുപോലെ എപ്പോഴാണോ ആകുന്നത് അപ്പോഴേ നമ്മുടെ വിശ്വാസം ശരിയായിട്ടുള്ളൂ. ഈ വിശ്വാസം നമ്മൾ എന്ത് ചെയ്യണം? ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാകുക എന്നുള്ളത്. എല്ലാ ആളുകളും ഈ വിശ്വാസത്തിലേക്ക് ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ, എല്ലാ ആളുകളും ഈ സ്വഹാബത്തിന്റെ വിശ്വാസം വിശ്വസിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഒന്നാവും. അങ്ങനെയാണ് സ്വഹാബത്ത് ഒന്നായത്. ഇന്നിപ്പോ സ്വഹാബത്തിന്റെ വിശ്വാസത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ, ക്ഷണിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വിളിക്കും നമ്മളെ? അല്ലെ, വഹാബിയാണെന്ന് പറയും ചില ആളുകൾ. വേറെ ചിലർ പലതും പലതരത്തിലുള്ള പേരുകൾ എന്ത് ചെയ്യും നമ്മൾ വിളിക്കും. ചിലർ നമ്മൾ തീവ്രവാദിയാണെന്ന് പറയും, അതാണ് ഇതാണ്. ഓരോരുത്തർക്കും ഓരോ പേരുകളാണ്. നമ്മൾ അവരെ ക്ഷണിക്കുന്നത് ഒരിക്കലും നമ്മളിലേക്കല്ല, നമ്മുടെ വിഭാഗത്തിലേക്കല്ല, മറിച്ച് നമ്മൾ അവരെ ക്ഷണിക്കുന്നത് സ്വഹാബത്തിന്റെ വിശ്വാസത്തിലേക്കാണ്. ഞങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം ഞങ്ങൾ ആരോടും പറയുന്നത്. ഞങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കേണ്ടതില്ല, മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിന് അള്ളാഹു മാനദണ്ഡമായി നിശ്ചയിച്ചത് സ്വഹാബത്തിനാണ്. അതുപോലെ നിങ്ങൾ ആകാത്തിടത്തോളം നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഉണ്ടായാലും നിങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ വിജയിക്കാൻ സാധിക്കുകയില്ല. കാരണം ദീനിന്റെ അടിത്തറ വിശ്വാസം. അടിത്തറ പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ കെട്ടിയിട്ടും ആ കെട്ടിടം നിലനിൽക്കുകയില്ല. അതാണ് വിശ്വാസം ശരിയാകാത്ത ആളുകളെ പറ്റി അള്ളാഹു പറഞ്ഞെന്താ? വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. വിശ്വാസം ശരിയായിട്ടില്ലാത്ത ആളുകൾ അവർക്ക് അമലുകൾ ഉണ്ടാവും. ആ അമലുകളിലേക്ക് അള്ളാഹു തിരിയുകയും അവരുടെ അമലുകളെ ചിതറിത്തെറിക്കുന്ന ധൂളികൾ പോലാക്കി തീർക്കുകയും ചെയ്യും. നമ്മൾ കേട്ടിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗദിൽ വെള്ളം കോരി കൊടുക്കുന്ന സന്ദർഭത്തിൽ ദൂരെ നിന്ന് ചില ആളുകൾ നിസ്കരിക്കുന്ന അടയാളം അവരുടെ മുഖത്ത് പ്രകടമാണ്. വുദൂഇന്റെ പ്രകാശം അവരിൽ പ്രകാശിക്കുന്നുണ്ട്. അവർ ഹൗദിന്റെ അടുക്കലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് സന്ദർഭത്തിൽ മലക്കുകൾ എന്ത് ചെയ്യും? ഈ ഹൗദിലേക്കുള്ള റൂട്ടിൽ നിന്ന് അവരെ തിരിച്ച് നരകത്തിലേക്ക് റൂട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിന്റെ അടുക്കൽ നിന്ന് കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉമ്മത്തി ഉമ്മത്തി, അവരെന്റെ ഉമ്മത്താണ്, ഇങ്ങോട്ട് കടത്തിവിടണമെന്ന് പറഞ്ഞപ്പോ നബി സഹാബത്തിനോട്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്കുകൾ പറഞ്ഞത്, ഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക. റസൂലെ, താങ്കൾക്ക് ശേഷം ഇവര് ദീനിൽ പുതുതായി എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് താങ്കൾക്ക് അറിയൂല റസൂലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്ക്. എന്തൊക്കെ വിശ്വാസങ്ങളാണ് ഇന്ന് മുസ്ലിം സമുദായത്തിനുള്ളത്? അള്ളാഹുവിനെ പറ്റിയും റസൂലിനെ പറ്റിയും ഔലിയാക്കന്മാരെ പറ്റിയും ഇങ്ങനെ പല കാര്യങ്ങളെ പറ്റി എന്തൊക്കെ വിശ്വാസങ്ങളുള്ളത്? ഇത് ആര് പഠിപ്പിച്ച വിശ്വാസങ്ങളാണ്? പുതുതായി കൊണ്ടുവന്ന വിശ്വാസങ്ങളല്ല. അങ്ങനെയുള്ള വിശ്വാസം വിശ്വസിക്കുന്ന ആളുകളെ മുഴുവൻ ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുഖത്ത് നോക്കി പറയും, സുഹ്കൻ സുഹ്കൻ,
ലിമൻ ബദ്ദല ദീനി, എന്റെ ദീനിന് മാറ്റം വരുത്തിയ ആളുകൾ ദൂരത്ത് പോകട്ടെ, വിദൂരമാകട്ടെ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുഖത്ത് നോക്കി ആട്ടിയാകട്ടെ. വിശ്വാസം ശരിയാകാത്തിടത്തോളം ഒന്നും ശരിയായിട്ട് കാര്യമില്ല. ഈ വിശ്വാസം സ്വഹാബത്തിൻ്റെതുപോലെ ആകാത്തിടത്തോളം ശരിയാകൂല. ഈ വിശ്വാസം പഠിക്കണം. നമ്മൾ പഠിക്കാതെ നമുക്ക് ശരിയാക്കാൻ പറ്റൂല. എന്താണ് സ്വഹാബത്തിന്റെ വിശ്വാസം? ഓരോ കാര്യങ്ങളും സ്വഹാബത്തിന്റെ നിലപാടുകൾ എന്തൊക്കെ, അത് നമ്മൾ പഠിച്ച് നമ്മുടെ വിശ്വാസം അതുപോലെ ആക്കാൻ, അത്തരം സംസാരങ്ങൾ സംഘടിപ്പിക്കാൻ, അത്തരം ഗ്രന്ഥങ്ങൾ വായിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. വിശ്വാസം ശരിയായ ഒരാൾ, അവന് വളരെ എളുപ്പമാണ് ഖിയാമത്ത് നാൾ എല്ലാ കാര്യങ്ങളും. എന്നാൽ വിശ്വാസം ഒരാളുടെ പ്രശ്നമാണെങ്കിൽ, അതിൽ പല അപകടങ്ങളുണ്ടെങ്കിൽ അവന്റെ കാര്യം വളരെ കഷ്ടത്തിലാണ്. അവന് ബാക്കി എന്തുണ്ടെങ്കിലും അവൻ പ്രയാസത്തിൽ തന്നെയാണ്. പിന്നെ അഞ്ചാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ. ആ സുന്നത്തുകൾ പഠിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും വളരെയധികം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാമെന്നാണ്. ഇല്ല, എന്ന് പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞാൽ അത് സുന്നത്തല്ലേ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറയുമ്പോൾ അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പല കാര്യങ്ങളും സുന്നത്തല്ലേ സുന്നത്തല്ലേ എന്ന് ഒഴിവാക്കിയിട്ട് അവന്റെ ദീൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ, കുളിപ്പിച്ച് കുട്ടിയിലുണ്ടായെന്ന് പറയുന്ന പോലെ സുന്നത്ത് ഒഴിവാക്കി അവന്റെ ദീൻ വേറെ ഏതോ കോലത്തിലായിട്ടുണ്ട്. സുന്നത്തുകൾ നമ്മൾ മുറുകെ പിടിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നമ്മുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നത് നമ്മൾ ഹറാമുകളിലേക്ക് എത്താൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ വാജിബുകൾ പൂർത്തീകരിക്കുന്നതിന് വളരെ നമ്മൾ സഹായിക്കുന്നത്. നമ്മുടെ വാജിബുകൾ, നമ്മൾ സുന്നത്തുകൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ വാജിബുകൾ പെർഫെക്റ്റ് ആയിരിക്കും. സുന്നത്തുകൾ ഒരാൾ പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ വാജിബ് പെർഫെക്റ്റ്. ഇനി എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ സുന്നത്തുകൾ കൊണ്ട് പരിഹരിക്കപ്പെടും. അവൻ നരകത്തിൽ നിന്ന് എന്ത് ചെയ്യും, ഈ സുന്നത്തുകൾ അവനെ അകറ്റിക്കൊണ്ടേയിരിക്കും. സ്വർഗത്തിലെ പദവികൾ അവനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ ഈ ചെറിയ നമ്മൾ ചെറുതാണ്, നിസ്സാരമാണെന്ന് കണക്കാക്കുന്ന പല വിഷയങ്ങൾ കൊണ്ടാണ്. നമ്മൾ സുന്നത്തുകൾ പാടെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ശൈത്താന്റെ അടുത്ത ഘട്ടം എന്താണെന്നറിയോ, വാജിബുകളും ഒഴിവാക്കിപ്പിക്കും. സുന്നത്തുകൾ എന്നുള്ളത് വാജിബിനുള്ള സംരക്ഷണമാണ്. സുന്നത്തുകൾ എന്നുള്ളത് അത് വാജിബുകൾക്കുള്ള സംരക്ഷണ കവചമാണ്. സുന്നത്തുകൾ ഒരാൾ നിസാരവൽക്കരിച്ചാൽ അവന്റെ വാജിബും അവന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകും. സുന്നത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കാം. ഏത് തരത്തിലുള്ള സുന്നത്തുകളാണ്? ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നു, ഒരാൾ വിത്തർ നിസ്കരിക്കുന്നതേ ഇല്ല. വിത്തർ സുന്നത്തല്ലേ? ഒരാൾ അവന്റെ ജീവിതത്തിൽ വിത്തർ നിസ്കാരം ഒഴിവാക്കിയ ഒരാൾ, അവൻ റജുലു സൂ എന്ന് പറഞ്ഞു, മോശം വ്യക്തിയാണെന്ന് പറഞ്ഞു. ഫർദ് നിസ്കരിക്കാത്ത വ്യക്തിയെ പറ്റിയാൽ ഇമാം അഹ്മദ് പറഞ്ഞ അയാളുടെ ഷഹാദത്ത് സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റൂല. ഒരാൾ വിത്തറ് ഏറ്റവും ആക്കതായ സുന്നത്താണ്. വെച്ചാൽ ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സുന്നത്ത് വിത്തർ നിസ്കാരം, രാത്രി നിസ്കാരം. അതിൽ ഒരു റക്അത്ത് പോലും ഒരാൾ അയാളുടെ രാത്രി നിസ്കരിക്കുന്നേ ഇല്ലെങ്കിൽ റജുലു സൂ ആണെന്ന് പറഞ്ഞു, മോശപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞു. വല്ലപ്പോഴും വിട്ടുപോകുന്നതല്ല, അവന്റെ ജീവിതത്തിൽ ആ നിസ്കാരം തന്നെയല്ല. സലഫുകൾ അത്രത്തോളം അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് സുന്നത്തുകൾക്ക്. മറിച്ച് നമ്മൾ സുന്നത്തിന്റെ, നമ്മളെ കണ്ടിട്ട് ഒരാൾ എന്ത് ചെയ്യും, സുന്നത്ത് പഠിക്കുന്നൊരവസ്ഥ നമ്മളുണ്ടാവും. സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി നടപ്പിലാകും. എന്തൊക്കെ സുന്നത്തുകൾ നമുക്ക് പാലിക്കാൻ സാധിക്കും ആ സുന്നത്തുകളൊക്കെ നമ്മൾ പാലിക്കും. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ നിന്ന് ഒന്നിനെയും നീ നിസാരമാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുൽഖി, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ എന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും നീ എന്ത് ചെയ്യരുത്, നിസ്സാരമാക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏത് നന്മയാണ് നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ നമുക്കറിയില്ല അല്ലെ? അറാഫ് എന്ന് പറഞ്ഞ സൂറത്തുണ്ട്, ഒരു ഖുർആനിലെ സൂറത്ത്. എന്ത് ഈ അറാഫ് എന്ന് പറഞ്ഞ അർത്ഥം? ആരാണ് അറാഫിന്റെ ആളുകൾ? അതറിയോ? ആരാണ് ആറാഫിന്റെ ആളുകൾ? സൂറത്തുൽ ആറാഫ് കേട്ടിട്ടില്ലേ? ഖുർആനിൽ ഒരു സൂറത്താണ് സൂറത്തുൽ ആറാഫ്. എന്താ കാരണം?
ആറാഫിന്റെ ആളുകൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത്, ചില ആളുകൾ അവരുടെ മീസാൻ നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോൾ നന്മയ്ക്കും തിന്മയ്ക്കും ഒരേ കനമായിരിക്കും. നന്മയ്ക്കും തിന്മയ്ക്കും ഒരേ കനമായിരിക്കും. അപ്പൊ ഇവരെ സ്വർഗത്തിലും പ്രവേശിപ്പിക്കൂല, നരകത്തിലും പ്രവേശിപ്പിക്കും. രണ്ടിനും അടിയിൽ ഇവർ നിർത്തും. രണ്ടിനും അടിയിൽ ഇവർ നിർത്തും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ അതിലൊരു വ്യക്തിയായി നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ചിന്തിക്കേണ്ട, ഒരു റക്അത്ത്, ഒരു സുജൂദ് ഞാൻ കൂടുതൽ ചെയ്തിട്ട്, ഒരു തസ്ബീഹ് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു ആയത്ത് ഞാൻ കൂടുതൽ ഓതിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു രൂപ ഞാൻ കൂടുതൽ സ്വതക്ക ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അപ്പൊ കൊതിച്ചു പോകും. പക്ഷെ ആ സന്ദർഭത്തിലുള്ള നമ്മുടെ ഖേദവും ആവേശവും നമുക്കൊന്നും ചെയ്യില്ല, ആഗ്രഹങ്ങളും നമുക്ക് ഉപകരിക്കില്ല. ഒരു ചെറിയൊരു വ്യത്യാസത്തിന് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. ഒരു നന്മയെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിസ്സാരമാക്കരുത്. ഒരു നന്മയും ചെറുതല്ല. അപ്പോ പരമാവധി സുന്നത്തുകൾ അധികരിപ്പിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആറാമത്തെ കാര്യം, ആറാഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഭാഗക്കാരാണ്. ഈ സ്വർഗത്തിലും നരകത്തിലും പ്രവേശിക്കാതെ നിർത്തപ്പെടുന്ന വിഭാഗക്കാരാണ്. ആറാമത്തെ കാര്യം, സുന്നത്തിന്റെ ഉലമാക്കളുമായി ദൃഢമായ ബന്ധം ഉണ്ടായിരിക്കുക എന്നുള്ളത്. സുന്നത്തിന്റെ ഉലമാക്കളുടെ സമയം കുറവാണ്, വേഗത്തിൽ പറയാം. സുന്നത്തിന്റെ ഉലമാക്കളുമായി ദൃഢമായ ബന്ധം ഉണ്ടായിരിക്കുക എന്നുള്ളത്. നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. ഞാനടക്കം, സംസാരിക്കുന്ന ഞാനടക്കം വളരെ ദീൻ ഇസ്ലാമിലെ വിഷയങ്ങൾ അതിന്റെ എണ്ണത്തിലാണെങ്കിലും അതിന്റെ പഠിച്ച് തീർക്കേണ്ട കിതാബുകളുടെ വലിപ്പത്തിലാണെങ്കിലൊക്കെ വളരെ ഒരു തുടക്കക്കാരൻ മാത്രം, ഒരു ബിഗിന്നർ മാത്രം. നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടും അതിലുള്ള ആഴത്തിലുള്ള അറിവൊക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അറിയുന്ന പല വിഷയങ്ങളും അതിൽ പല അപാകതകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ദീനെ സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളുമായി, പ്രത്യേകിച്ച് നമ്മൾക്ക് സംശയമുണ്ടാക്കുന്ന, നാട്ടിൽ ഫിത്തനകൾ പോലായിത്തീരുന്ന വിഷയങ്ങൾ, അവരുമായിട്ട് കൂടിയാലോചിക്കുകയും സംസാരിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു നിലപാടെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പല അബദ്ധങ്ങളും, പല എടുത്തുചാട്ടങ്ങളായി അതെന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിലായിത്തീരും. പല തെറ്റായ റിസൾട്ടുകൾ. അത് എന്റെ ജീവിതത്തിൽ തന്നെ സമയമില്ല, വളരെ ഒരുപാട് വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പല അബദ്ധങ്ങൾ അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. പലതും നമ്മൾ വിചാരിക്കുക, ഞാൻ ഇത്രയും പഠിച്ചതല്ലേ, ഇത്രയും അറിഞ്ഞതല്ലേ, ഇത്രയും കാര്യങ്ങൾക്ക് മസാലകളൊക്കെ ഇത്രയും മനസ്സിലാക്കിയതല്ലേ, ഇതിൽ ഇത്രയും അഭിപ്രായങ്ങൾ ഞാൻ വായിച്ചതല്ലേ, അതുകൊണ്ട് ഞാനൊരു അഭിപ്രായം നിലപാട് സ്വീകരിച്ചാൽ എന്താണ് ഇവിടെ തെറ്റ്, ഒരു അഫ്ളൽ സ്വീകരിച്ചാൽ എന്താ പ്രശ്നം, അഫ്ളലായ നിലപാടെടുത്താൽ, ഇങ്ങനെ പലതരത്തിലുള്ള പല തോന്നലുകളും പലപ്പോഴും വന്ന് പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ മനസ്സിലാക്കാതെ കണക്കാക്കാത്ത പല വശങ്ങളും ആ വിഷയത്തിൽ കൂടുതൽ അറിവുള്ള പല ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ കാര്യം നമ്മൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ആ അറിവുള്ള ആളുകളുമായി പങ്കുവെക്കുന്നത് എന്തുകൊണ്ട് ഹൈർ തന്നെ. നമ്മുടെ നിലപാട് ശരിയാണെങ്കിൽ അവരുടെ ഭാഗത്തൊരു കൺഫർമേഷൻ കിട്ടും, അത് ശരി തന്നെയാണ്, ഒരു ഉറപ്പ് നമുക്ക് കിട്ടും. ഇനി അതല്ല, നമ്മുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നമുക്ക് തിരുത്താൻ നമുക്കത് സഹായകരമാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ അറിവിൽ നമ്മൾ അതിൽ ഒജുബ് എന്ന് വെച്ചാൽ ഞാൻ എന്തോ കുറെ അറിഞ്ഞു എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ഒരാൾ തോന്നുന്നുണ്ടെങ്കിൽ അവൻ ജാഹിലാണെന്നാണ് പണ്ഡിതന്മാർ പറയാറ്. അങ്ങനെ ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കുറെ ഇപ്പൊ പഠിച്ചു, കുറെ മനസ്സിലായി, ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ഹഖീഖത്തിൽ അവൻ ജാഹില എന്ന് പണ്ഡിതന്മാർ പറയാൻ പറ്റും. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ദീനിന്റെ വിഷയങ്ങൾ, അതിൽ പ്രത്യേകിച്ച് വലിയ അനന്തരഫലങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന കാര്യങ്ങളിൽ അത്തരം അറിവുള്ള, കൂടുതൽ ഈ വിഷയത്തിൽ പരിചയവും മറ്റൊക്കെ ഉള്ള, പരിചയസമ്പത്തുള്ള ആളുകളുമായി ഈ വിഷയം കൂടിയാലോചിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഏഴാമത്തെ കാര്യം വേഗത്തിൽ പറയാണ്, സമയം അവസാനിച്ചിട്ടുണ്ട്. ഏഴാമത്തെ കാര്യം ഹിസ്ബിയാത്ത്, അതുപോലെ തന്നെ ജമാഅത്തുൽ ഇസ്ലാമിയ സിരിയ, രഹസ്യമായിട്ടുള്ള സംഘങ്ങൾ, ഇസ്ലാമിന്റെ പേര് വന്ന് പല രഹസ്യ സംഘടനകൾ
പല രഹസ്യ പാർട്ടികൾ അല്ലെ, രഹസ്യമായിട്ട് ബൈഅത്ത് വാങ്ങിക്കുന്ന പല സംഘടനകളുണ്ട് അല്ലെ, SDP പോലെ, അതുപോലെ തന്നെ എന്താണ് NDF, പലതരത്തിൽ പല ആൾക്കാർ, PDP, സിമി, കുറെ കാര്യങ്ങളുണ്ട്, പോപ്പുലർ ഫ്രണ്ട്. ഇങ്ങനത്തെ ഒരു സംഘടനകളിലും ഒരു മുസ്ലിമിന് അംഗമാകാൻ പാടില്ല. ഒരു മുസ്ലിമിന് ഞാൻ സലഫിക്ക് എന്നല്ല പറയും, ശ്രദ്ധിക്കണം, ഒരു മുസ്ലിമിന് അംഗമാകാൻ പാടില്ല. അങ്ങനെ ബൈഅത്ത് കൊടുക്കുക അല്ലെ, അവർ പറയുന്നത് ബൈഅത്ത് കൊടുക്കുന്ന എന്താ, ഈ പാർട്ടിയുടെ എന്ത് കാര്യത്തിനു വേണ്ടി ഞാൻ എന്റെ ജീവൻ പോലും എന്ത് ചെയ്യാം കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബൈഅത്ത് ചെയ്യുക. അങ്ങനെ എന്ത് പേര് പറഞ്ഞിട്ടാണെങ്കിലും എന്ത് കാര്യം പറഞ്ഞിട്ടാണെങ്കിലും അങ്ങനത്തെ ഒരു പാർട്ടിയിലും അംഗമാവുക, ബൈഅത്ത് കൊടുക്കുക എന്നുള്ളത് പാടില്ലാത്ത, അതൊരു മുസ്ലിമിന് പാടില്ല. മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയല്ല വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയോ അല്ലെങ്കിൽ അതിന്റെ അജണ്ടയോ ഇതൊന്നും നമുക്ക് ഉണ്ടാകരുത്. അത് പാർട്ടി ആയിക്കോട്ടെ, സംഘടന എന്താണെങ്കിലും, അതിനെന്ത് പേരാണെങ്കിലും നമുക്ക് അത്തരം ഒരു വിഭാഗീയത, നമ്മൾ നേരത്തെ പറഞ്ഞു സലഫിയത്ത് എന്ന് പറഞ്ഞാൽ വിഭാഗീയതയ്ക്കെതിരാണ്, ഐക്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ വിഭാഗീയത ഉണ്ടാക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത്തരം കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അത് സംഘടന ഉണ്ടെങ്കിലേ ഹിസ്ബിയത്ത് വിഭാഗീയത ഉണ്ടാവുള്ളൂ എന്നൊന്നുമില്ല. സംഘടന ഇല്ലെങ്കിലും ഹിസ്ബിയത്ത് ഉണ്ടാവും. പക്ഷെ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞ ഹിസ്ബിയത്ത് ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. മറ്റ് പല മസാലകളുടെ പേര് പറഞ്ഞ ഹിസ്ബിയത്ത് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. സംഘടനയുടെ പേരിൽ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. എന്ത് കാര്യം കൊണ്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, ഹിസ്ബിയത്ത് വന്നാൽ അത് അപകടം തന്നെയാണ്. അത് ദീനുൽ ഇസ്ലാമിനെതിരാണ്, ഐക്യത്തിനെതിരാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഘം ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള, ആ ഐക്യത്തിനെതിരാകുന്ന വിഭാഗീയത, അത് രാഷ്ട്രീയ പാർട്ടികളുടെ പേരാണെങ്കിലും മറ്റെന്ത് വിഭാഗത്തിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും അത്തരം വിഭാഗീയതകൾ ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ്. ഒരു മുസ്ലിമിന്റെ അജണ്ട ഇത്രയേ ഉള്ളൂ, അവൻ സ്വഹാബത്തിന്റെ വിശ്വാസം സ്വീകരിക്കുക, എല്ലാ ആളുകളെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയി, ഇതേ അവൻ അജണ്ടയും. വേറൊരു അജണ്ടയും ഒരു മുസ്ലിമിന് പാടില്ല. സമയം കുറവാണ്. എട്ടാമത്തെ കാര്യം ഭരണാധികാരികളുടെ വിഷയത്തിൽ, അത് എന്താണ് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട കാര്യം, അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട്. ഒമ്പതാമത്തെ കാര്യം ബിദഅത്തിന്റെ ആളുകളെ എന്ത് ചെയ്യണം, അവരെ തൊട്ട് ശക്തമായ ജാഗ്രത നമുക്കുണ്ടാവണം. ശക്തമായ ജാഗ്രത. ബിദഅത്തിലെ ആളുകൾപ്പെട്ടെന്ന് വെച്ചാൽ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരെ, അറിവില്ലാത്ത അവിടുത്തെ മെമ്പർഷിപ്പുള്ള എല്ലാവരെയും പേടിക്കണം, ജാഗ്രതരാവണം എന്നല്ല പറയുന്നത്, ഉദ്ദേശിക്കുന്നത് അവരുടെ ദഅവത്തിന്റെ മേഖലയിലുള്ള, അവരുടെ തെറ്റിദ്ധരിപ്പിക്കലുകൾ പ്രചരിപ്പിക്കുന്ന അവരുടെ ദായിമാരെ തൊട്ട് എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധ വേണം. എല്ലാവരുടെയും കേൾക്കാനും വായിക്കാനും നിൽക്കരുത് എന്ന് ചുരുക്കം. ഈ ഒരു വിശ്വാസം, സ്വഹാബത്തിന്റെ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, അങ്ങനെ ആ ഒരു വിശ്വാസം എല്ലാവരും പാലിച്ച് എല്ലാവരും ഐക്യത്തിലേക്ക് വരണമെന്ന് അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകളല്ലാത്ത വിഭാഗക്കാരും പാർട്ടികളും ആളുകളൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരം ആളുകളുടെ സംസാരങ്ങൾ, എഴുത്തുകൾ കേൾക്കാനോ വായിക്കാനോ പാടില്ല. അത് പാടില്ല. അങ്ങനെ തന്നെയാണ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അടുക്ക്, അദ്ദേഹം വലിയ പണ്ഡിതനായിട്ട് പോലും ഇതുപോലൊരു ബിദഅത്തിന്റെ വക്താവ് ഒരു ബിദഅത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മജ്‌ലിസിലേക്ക് വന്ന് ഒരു ആയത്ത് ഓതട്ടെ എന്ന് പറഞ്ഞപ്പോ ചെവിയിൽ വിരല് തിരികൊണ്ട് അദ്ദേഹം പറഞ്ഞ ആരായത്ത് പോലും ഓതരുത്, ആരായത്ത് പോലും നിന്റെ വായിന്ന് ആരായത്ത് പോലും എനിക്ക് എന്ത് ചെയ്യണം, കേൾക്കേണ്ടതില്ല എന്ന് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ പറഞ്ഞു. നമ്മൾ ആലോചിക്കും, നമ്മുടെ കയ്യിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ദീനാണ്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ശരീരം. നമുക്ക് ഏതെങ്കിലും ഉറപ്പില്ലാത്ത ഡോക്ടർമാരുടെ മുന്നിൽ നമ്മൾ കൊണ്ടുചെന്ന് ഇട്ടുകൊടുക്കാത്തത് പോലെ അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്, നമുക്ക് ഈ ഒരു വിശ്വാസത്തിലേക്ക്, ഐക്യത്തിലേക്ക് ക്ഷണിക്കാത്ത ആളുകളുടെ മുന്നിൽ നമ്മുടെ കൽബും ചെവിയും തുറന്നു കൊടുക്കുന്ന അതിനേക്കാൾ അപകടകരമാണ്. ഒരിക്കലും ചെയ്യരുത്. നല്ലതല്ലേ അയാൾ പറയുന്നത് എന്ന് പറഞ്ഞ് ഈ ഒരു വിശ്വാസത്തിൽ, ഈ ഒരു രീതിയിലേക്ക്, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കാത്ത ആളുകളുടെ സംസാരം അവൻ പറയുന്ന തൗഹീദാണെങ്കിൽ പോലും പ്രചരിപ്പിക്കരുത്. അത് കേൾക്കാൻ ആളുകൾക്ക് എന്ത് ചെയ്യരുത്, അതിന് നമ്മൾ പ്രോത്സാഹനം കൊടുക്കരുത്. പത്താമത്തെ കാര്യം, നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ഒരുപാട് സമയം വൈകി. പത്താമത്തെ കാര്യം, നമ്മുടെ ഓരോ വിഷയങ്ങളും ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും
ഖുർആൻ സുന്നത്തും കൃത്യമായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു മുഖമുദ്രയായിരിക്കണം അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് അറിവുണ്ടായിരിക്കണം. ഞാൻ അറിഞ്ഞിട്ടേ ഒരു കാര്യം കൃത്യമായ തെളിവുണ്ടായാലേ നമുക്കെല്ലാം വിശ്വസിക്കാൻ നമ്മുടെ ബാധ്യതയാക്കി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളോട് എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ അള്ളാഹു ബാധ്യതയാക്കിയിട്ടില്ല. നമ്മൾ ആ ഉസ്താദ് പറഞ്ഞ എന്ത് വിശ്വസിച്ചില്ല റബ്ബ് നമ്മളോട് ചോദിക്കില്ല. അള്ളാഹ് ചോദിക്കുക മാദാ അജബ്തുമുൽ മുർസലീൻ, റസൂലുമാർ നിങ്ങളോട് പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾ എന്ത് മറുപടിയാണ് നൽകിയത് എന്നേ ചോദിക്കുള്ളൂ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ, അത് ഖുർആൻ ആയിക്കോട്ടെ സ്വഹീഹായ ഹദീസുകളായിക്കോട്ടെ, അതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അതിനെപ്പറ്റി നമ്മൾ റബ്ബോട് ചോദിക്കുള്ളൂ. അതിലെന്തൊക്കെ നമ്മൾ വിശ്വസിച്ചു, അതിലെന്തൊക്കെ നമ്മൾ പ്രവർത്തിച്ചു, അതിന് അങ്ങനെ നമ്മൾ റബ്ബ് നമ്മളോട് ചോദിക്കുകയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും, അത് വീട്ടിനകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, പരസ്യ ജീവിതത്തിലെ രഹസ്യ ജീവിതത്തിൽ, ഓരോ സന്ദർഭത്തിൽ, ജോലിയുടെ സ്ഥലങ്ങളിൽ, കളിസ്ഥലങ്ങളിൽ, ഓരോ മേഖലകളിലും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ പോലും നമുക്ക് ദീൻ കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അല്ലെ? ഈ ജൂതന്മാര് സൽമാൻ ഫാരിസിനെ കളിയാക്കി പറഞ്ഞു, നിങ്ങളുടെ അല്ലമക്കും നബിയ്ക്കും ഹത്തൽ ഖിറാഅ, നിങ്ങളുടെ റസൂൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല, ബാത്റൂമിൽ പോകേണ്ടത് പോലും നിങ്ങളുടെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞപ്പോ സൽമാൻ ഫാരിസി അഭിമാനത്തോടെ മുഖമുയർത്തി പറയണം, അജൽ, അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ റസൂൽ ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകുമ്പോൾ കിബിലിക്ക് നേരെ തിരിഞ്ഞിരിക്കരുതെന്നും, അതുപോലെ തന്നെ ഈ ചാണകവും അതുപോലെ തന്നെ ഈ എല്ലും മറ്റു കാര്യങ്ങൾ കൊണ്ട് വൃത്തിയാക്കരുതെന്നും, വലത് കൈ കൊണ്ട് ഈ ഭാഗം സ്പർശിക്കരുതെന്നും ഒക്കെ ഞങ്ങൾക്ക് റസൂൽ പഠിപ്പിച്ചു. ആ സന്ദർഭത്തിൽ പോലും എന്തൊക്കെ പാലിക്കാന്ന് അള്ളാഹു റസൂൽ പഠിപ്പിച്ചു. ഈ ദീന്റെ പ്രത്യേകതയാണ്. ഒരു സന്ദർഭത്തിലും നമുക്ക് അന്തം വിട്ട് നിൽക്കേണ്ടി വരൂല. ഈ ദീനിൽ എല്ലാ സന്ദർഭത്തിലും നമുക്ക് കൃത്യമായ മാതൃകയുണ്ട്. ഓരോ സാഹചര്യത്തിലും, വിശ്വാസത്തിലും, ഇബാദത്തുകളും പെരുമാറ്റത്തിലും, ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിൽ പോലും. സംസാരം കേട്ടതാണ്, ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും കഴിവിന്റെ പരമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.